നമസ്കാരം. നമ്മളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു ഡിസൈനിങ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ഡിസൈനിങ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ ബാലൻസ് ആയിട്ട് അതിന്റെ പ്രോഗ്രാമിംഗ് സൈഡ് കൂടെ നമ്മൾ ഉടനെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഡിസൈനിങ് വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ കാണുക, അതിനുശേഷം പ്രോഗ്രാമിലേക്ക് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ലേറ്റസ്റ്റ് വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും എൻ്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ ചാനലിലുണ്ട്. അതിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഓക്കെ, അപ്പോൾ നമ്മളൊരു വർക്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം സ്റ്റോക്ക് സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ? നമ്മളിവിടെ ഒരു ആദ്യം മെഷീൻ സെലക്ട് ചെയ്യണം. മില്ലിംഗ് മെഷീൻ ഡീഫോൾട്ട് എടുത്തു. ഇത് നമ്മൾ സ്റ്റോക്ക് സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. സ്റ്റോക്ക് ഞാനിപ്പോൾ ഈ ഉള്ള സൈസ് തന്നെയാണ് എടുക്കുന്നത്. ഓൾ സോളിഡ് കൊടുത്ത് എക്സാക്ട് സൈസ് കിട്ടി. നമ്മൾ താഴെ അതായത് അഡീഷണൽ മെറ്റീരിയൽ ഒന്നും ഞാൻ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ വർക്ക് പിടിപ്പിക്കുമ്പോൾ അഡീഷണൽ മെറ്റീരിയൽ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്തോണം. അപ്പം ഞാനിത് ഓക്കെ കൊടുക്കുവാണ്. നമുക്ക് ഏകദേശം നമ്മളുടെ വർക്കിന്റെ സൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് നേരെ ഇത് മിനിമൈസ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ടൂൾ പാത്തിലേക്ക് പോകാം. അതിന് മുമ്പ് ഞാൻ ടോപ്പ് വ്യൂയിലേക്ക് ഇടുകയാണ്. ടോപ്പ് വ്യൂയിലിട്ട് വയർ ഫ്രെയിം മോഡാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് എളുപ്പം. ഓക്കെ, അതുകൊണ്ട് ഞാനത് വയർ ഫ്രെയിമിലേക്ക് ഇട്ടു. നമുക്ക് ആദ്യം ഇതിന്റെ ഔട്ടർ പാർട്ടാണ്, അതായത് കോണ്ടൂർ വെച്ച് നമുക്ക് ഔട്ടർ പാർട്ട് മെഷീൻ ചെയ്തെടുക്കണം. അതായത് അതിന്റെ ആ ഷേപ്പ് സൈസ് ചെയ്യാൻ പോകണം. അപ്പൊ ഞാനിവിടെ ടൂൾ പാത്തിൽ കോണ്ടൂർ സെലക്ഷൻ എടുക്കുകയാണ്. ജസ്റ്റ് നമ്മൾ അതിനൊരു പേര് കൊടുക്കുന്നു. കോണ്ടൂർ തന്നെ കൊടുത്തു. ഓക്കെ അടിച്ചു. ഇവിടെ നമ്മൾ ഔട്ടർ ബൗണ്ടറി സെലക്ഷൻ കൊടുക്കുക. ഓക്കെ കൊടുത്തു. ദെൻ ടൂൾസിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ ടൂൾ സെലക്ഷൻ ഉണ്ട്. ഫസ്റ്റ് നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ 20ന്റെ ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ 20 ചൂസ് ചെയ്തു. 20ന്റെ കട്ടറിനൊരു 1400 ഫീഡ് റേറ്റും ഒരു 1900 RPM കൊടുത്തു. ഓക്കെ, പ്ലഞ്ച് റേറ്റ് ഞാനിവിടെ ഒരു 1000 കൊടുക്കുകയാണ്. ഞാൻ ഇത് റാമ്പ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പ്ലഞ്ച് റേറ്റ് കൂട്ടി കൊടുത്താലും ഇഷ്യൂ ഒന്നുമില്ല. ഇവിടെ കോണ്ടൂർ ടൈപ്പിൽ ഞാനിവിടെ റാമ്പ് ഓപ്ഷൻ എടുക്കുകയാണ്. റാമ്പ് ഓപ്ഷനിൽ ഡെപ്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു 0.25 വെച്ചിട്ട് ഡെപ്ത് കൊടുക്കുകയാണ്. മേക്ക് പാസ് അറ്റ് ഫൈനൽ ഡെപ്ത് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. കാരണം ഇത് ചെരിഞ്ഞിറങ്ങുന്നതുകൊണ്ട് ഡെപ്ത് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു സ്ലാൻഡിങ് കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ കറക്റ്റ് ഡെപ്തിൽ നിന്നുകൊണ്ട് ഒരു റൗണ്ടും കൂടെ സെയിം ഡെപ്തിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേക്ക് പാസ് അറ്റ് ഫൈനൽ ഡെപ്ത് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഔട്ടറിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോക്ക് കാര്യങ്ങളൊന്നും ഫിനിഷിങ്ങിന് വേണ്ടി വെക്കുന്നില്ല. കട്ടർ കോമ്പൻസേഷൻ ലെഫ്റ്റ് ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ചെയ്യുക. ദെൻ ഡെപ്തിൽ വരുന്നു. ഡെപ്ത് നമുക്ക് ഇവിടെ കിട്ടില്ല ഇനി, കാരണം നമ്മളിവിടെ കട്ട് പാരാമീറ്ററിൽ ഓൾറെഡി ഡെപ്തിന്റെ വാല്യൂ ഇവിടെ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് മൾട്ടിപാസും ഈ കേസിൽ ഞാൻ കൊടുക്കുന്നില്ല, കാരണം നമ്മൾ കട്ടറിന്റെ ഡയമീറ്റർ അനുസരിച്ചിട്ട് നമുക്ക് എക്സസ് മെറ്റീരിയൽ റിമൂവ് ആയി കിട്ടും. അതുകൊണ്ട് നമ്മളത് മൾട്ടിപാസ് കൊടുക്കുന്നില്ല. ഇവിടെ ലിങ്കിങ് പാരാമീറ്ററിൽ നമുക്ക് ടൂൾ വന്ന് നിൽക്കേണ്ട ക്ലിയറൻസ് ഹൈറ്റ് 50 ഞാൻ കൊടുക്കുകയാണ്. റിട്രാക്ട് ഹൈറ്റ് ഇവിടെ ഞാൻ അബ്സലൂട്ടിൽ തന്നെ ഒരു 10 കൊടുത്തു. ഫീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 0 സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ടോപ്പ് ഓഫ് സ്റ്റോക്കിന്റെ ആവശ്യം വരുന്നില്ല. ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് ഇതിൽ എത്രയാണ് നമുക്ക് പോകേണ്ടത്? നമുക്കിവിടെ ഓൾറെഡി അറിയാം 20 ആണ്. ഞാൻ അതുകൊണ്ട് ആ ഡെപ്തെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ ടോട്ടൽ ഹൈറ്റിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ടോട്ടൽ ഡെപ്തിൽ ക്ലിക്ക് ചെയ്തു. നമുക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ 3D വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഡെപ്ത് പിക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ 20 കൊടുത്തു, അല്ലെങ്കിൽ മാനുവലി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഇവിടെ ഇനി അഡീഷണൽ ആയിട്ട് നമുക്കിവിടെ ചെയ്യാനുള്ളത് കൂളന്റിന്റെ ഒരു ഇതുണ്ട്. അത് നമ്മളിവിടെ ഓൺ ആക്കി ഇടണം. ഞാനിവിടെ കൂളന്റ് ഓൺ ആക്കി ടിക്ക് ചെയ്തു. സോ നമുക്കിപ്പോൾ ഇവിടെ ടോപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നമുക്ക് ഔട്ടർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ലീഡ് ഇൻ ആൻഡ് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലീഡ് ഇൻ ഔട്ട് കൊടുത്താൽ മതി. ഇവിടെ ഞാനിപ്പോൾ ഈ പാരാമീറ്റർ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ലീഡ് ഇൻ ഔട്ടിന്റെ സെക്ഷനിൽ ഇത് ഓൺ ആയി കിടക്കുകയാണ്. ഇതിൽ നമ്മളിപ്പം ടാൻജന്റ് എന്നുള്ളൊരു ഓപ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലീഡ് ഇൻ ഔട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് ആവശ്യമില്ല, റഫിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഞാൻ അതുകൊണ്ട് ലീഡ് എക്സിറ്റ് വേണമെങ്കിൽ നമുക്ക് ലീഡിൽ എൻട്രി ഓഫ് ആക്കിയിട്ട് എക്സിറ്റ് മാത്രം നമുക്ക് ലാസ്റ്റ് പാസിൽ എക്സിറ്റ് ഓൺ ദ ലാസ്റ്റ് ഡെപ്ത് കട്ട് ഉള്ളി എന്നുള്ളത് നമുക്ക് ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ ലാസ്റ്റത്തതിൽ മാത്രം വർക്ക് കഴിഞ്ഞിട്ട് അത് തിരിച്ച് റിട്ടേൺ പോകുമ്പോൾ ബാക്ക് ഇറങ്ങിയിട്ട് പൊയ്ക്കോളും. ഓക്കെ, അപ്പം ഞാൻ ഇത് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ടോപ്പിൽ തന്നെ ഇട്ടു. ഇനി നമുക്ക് ഇവിടെ ഈ സൈഡിലുള്ള, അതായത് നമുക്ക് ഈ പ്രൊജക്ഷന്റെ വാൾ തിക്നെസ് ഞാൻ ഇതൊന്ന് ഹൈഡ് ആക്കുകയാണ് കേട്ടോ. പ്രൊജക്ഷന്റെ
ഈ സ്റ്റെപ്പ് നമുക്കിവിടെ മേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ 2D ഹൈ സ്പീഡാണ് യൂസ് ചെയ്യുന്നത്. ടോപ്പ് വ്യൂയിലേക്ക് ഇടുന്നു, വയർ ഫ്രെയിമിലാക്കുന്നു. ഇവിടെ നമുക്ക് ടൂൾ പാത്തിൽ 2D ഹൈ സ്പീഡ് ഓപ്പറേഷൻ ഉണ്ട്. ഇത് സെലക്ഷൻ. ഇനി ഇവിടെ നമുക്ക് സെലക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഞാൻ ഈ ഔട്ടർ മെറ്റീരിയലും അതുപോലെ ഔട്ടർ കോണ്ടൂർ സെലക്ഷനും അതുപോലെ തന്നെ ഇതിന്റെ വാൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഇതും ഞാൻ സെലക്ഷൻ ചെയ്തു. ഓക്കെ, ലൈനും സെലക്ട് ചെയ്തു. ലൈൻ എന്നല്ല, അതായത് ചെയിൻ ആണ് ശരിക്കും. അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ്. ദെൻ ഇതിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ടൂൾ പാത്തിലേക്കായിരിക്കും. ടൂൾ പാത്ത് ടൈപ്പ് വരുന്നത് ഇവിടെ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പിക്ക് ചെയ്യാം. ഞാനിവിടെ കോർമില്ലുണ്ട്, അതുപോലെ ഡൈനാമിക് കോർമില്ലുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡൈനാമിക് കോർമില്ലാണ്. ഇതിനകത്ത് ഒരുപാട് റിട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അത് ഒഴിവാക്കാൻ നമുക്ക് ഡൈനാമിക് കോർമിൽസ് കൊടുക്കാം. ഇതിൽ ടൂൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നു 16ന്റെ കട്ടറാണ്. ഓക്കെ, ലൈബ്രറി പോകുന്നു. ഇവിടെ നമ്മൾ 16ന്റെ എൻമില്ല് തന്നെ ചൂസ് ചെയ്യാണ്. ഇതിന്റെ ഫീഡ് റേറ്റ് ഒരു 1500 ഫീഡ് റേറ്റും ഒരു 2400 RPM കൊടുത്തു. പ്ലഞ്ച് റേറ്റ് നമുക്ക് ഒരു 150 റേഞ്ചും കൊടുത്തു കേട്ടോ. കട്ട് പാരാമീറ്ററിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ഓവർ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 0.1 വാൾ സ്റ്റോക്കും ഫ്ലോർ സ്റ്റോക്കും ഞാൻ കൊടുക്കുകയാണ്, കാരണം ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ഡെപ്ത് ക്ലിക്ക് ചെയ്തു. ഇവിടെ സിംഗിൾ ഡെപ്ത് നമുക്കിവിടെ കൊടുക്കണം. സിംഗിൾ ഡെപ്ത് ഞാൻ 0.2 വെച്ചിട്ടാണ് ഇവിടെ ഡെപ്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എൻട്രി മോഷൻ ഉണ്ട്. നമുക്കിത് ഡെപ്ത് ഇറങ്ങുന്ന എൻട്രി മോഷൻ ഉണ്ട്. അത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഹെലിക്കലായിട്ടാണ് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന കട്ടർ 16 നമുക്കൊരു 16ന്റെ കട്ടറിന് ഞാനൊരു 8 ഹെലിക്കൽ റേഡിയസേ കൊടുക്കുന്നുള്ളൂ. പ്ലഞ്ച് ആംഗിൾ ഞാനൊരു 1ൽ കൊടുക്കുകയാണ്. ഓക്കെ, എൻട്രി പിച്ച് ഉണ്ട്. എൻട്രി പിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാനിവിടെ പ്ലഞ്ച് ആംഗിൾ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 1 mm വെച്ചിട്ടുള്ള രീതി 1 എന്നുള്ള രീതി കൊടുക്കുകയാണ്. ദെൻ എൻട്രിയുടെ ഫീഡ് റേറ്റും കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ നോർമൽ കൊടുത്തിരിക്കുന്ന ഫീഡ് റേറ്റ് തന്നെ പോകാൻ വേണ്ടി കൊടുക്കുകയാണ്. ദെൻ ലിങ്കിങ് പാരാമീറ്ററിലേക്ക് വരിക. ഇവിടെ നമുക്ക് ക്ലിയറൻസ് ഹൈറ്റ് എന്ന് പറയുന്നത് 50 mm കൊടുക്കുക. റിട്രാക്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു 5 mm ഫീഡ് പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു 0.5 സ്റ്റാർട്ട് ചെയ്യാനാണ് കൊടുക്കുന്നത്. അത് രണ്ടും ഇൻക്രിമെന്റിലേക്ക് കൊടുത്തു. ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞ് എനിക്കറിയാം. അത് ഞാനിവിടെ -8 ആണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇത് എൻ്റർ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡെപ്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വർക്ക് ചരിച്ചിട്ട് ആ ഇറങ്ങേണ്ട ഡെപ്ത് എത്രയാണോ അതിന്റെ ആ പോയിന്റ് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഇൻഡിക്കേഷൻ കാണുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ തന്നെ അവിടെ പിക്ക് ചെയ്യും. ഇവിടെ ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ടൂൾ പാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളത് ഡിസ്റ്റർബൻസ് ആക്കാൻ പാടില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഇത് കഴിഞ്ഞ് കിട്ടി. ഈ 2 ടൂൾ പാത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിച്ച് നോക്കാം. ഞാൻ സ്പീഡപ്പ് ചെയ്യാണ്. നമുക്കിവിടെ ടർബോയിൽ മൂവ് ചെയ്യിക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇടിച്ചു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണ് ഈ പറയുന്ന പോലെ റെഡ് ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. മെറ്റീരിയൽ റിമൂവ് ആയതും കാണാം. ഇവിടെ ക്ലിയറൻസ് ഹൈറ്റിലോ എന്തിലോ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഞാൻ ഈ പാരാമീറ്റർ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്ത ടൂൾ പാത്തിൽ ലിങ്കിങ് പാരാമീറ്റർ എടുക്കുക. ഇതിലെ റിട്രാക്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റൽ 5 mm എന്ന് പറയുമ്പോൾ അവിടെ തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഞാൻ ഇൻക്രിമെന്റൽ ഹൈറ്റ് ഞാൻ ഇവിടെ അബ്സലൂട്ട് ആക്കി മാറ്റുകയാണ്. എന്നിട്ട് ഫീഡ് പ്ലെയിൻ ഇൻക്രിമെന്റലിൽ 0.5 കൊടുത്തു. ഓക്കെ, ഇനി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പം ആ ഒരു ഇഷ്യൂ അവിടെ കാണിക്കുന്നില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കാണിച്ചു കഴിഞ്ഞാൽ റിട്രാക്ട് ഹൈറ്റ് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ആയിട്ട് കാണാൻ ഞാൻ സെലക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഇതിന്റെ ഫിനിഷിങ് നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് സെയിം ടൂൾ പാത്ത് തന്നെ യൂസ് ചെയ്ത് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാം. ഞാനിത് ജസ്റ്റ് ഇത് കോപ്പി ചെയ്യാണ്. ഇത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. പാരാമീറ്റർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഇനി സിംഗിൾ ഡെപ്ത് എന്നുള്ളൊരു സംഭവം നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ കട്ടർ നമുക്ക് ഇവിടെ സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് എല്ലാം 0 ആക്കുക. ഇവിടെ ഡെപ്ത് സിംഗിൾ ഡെപ്ത് ആണ്. നമുക്ക് ഇനി സിംഗിൾ ഡെപ്തിന്റെ ആവശ്യമില്ല, കാരണം ഫുൾ ഡെപ്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് സൈഡെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. സോ അതുകൊണ്ട് അത് കൊടുത്തു, അത് നമ്മൾ മാറ്റി. ഇവിടെ ഇതിപ്പോൾ ഹെലിക്കലായിട്ടാണ് ഇറങ്ങുന്നത്, അങ്ങനെ തന്നെ ഇറങ്ങിക്കോട്ടെ, അതിന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഹെലിക്കൽ 0 ഇട്ട് കഴിഞ്ഞാൽ നേരെ ഹെലിക്കലായിട്ടല്ല, നേരെ താഴേക്ക് പ്ലഞ്ച് ചെയ്ത് ഇറങ്ങിക്കോളും. ഓക്കെ, അതിനുശേഷം ഇവിടെ ലിങ്കിങ് പാരാമീറ്ററിൽ വേറെ ചേഞ്ചസ് ഒന്നും ഇനി വരുത്തണം എന്നില്ല.
ടൂള് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫിനിഷിങ്ങിന് വേറെ ടൂൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടൂൾ വേറെ സെലക്ഷൻ കൊടുക്കാം. ഞാനിവിടെ ഇപ്പം നമുക്ക് ഒരു 14ന്റെ ടൂള്, സോറി 15 ഇട്ടേക്കാം. 15ന്റെ ടൂൾ ഇട്ട് നമ്മൾ ഫിനിഷിങ് കൊടുക്കുകയാണ്. ഫിനിഷിങ് RPM നിങ്ങൾക്ക് ഒരു 2800 3000 ഒക്കെ കൊടുത്തോളൂ. ഫീഡ് റേറ്റ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. ഒരു 1200 ഫീഡ് റേറ്റിൽ ഞാനത് കുറയ്ക്കുകയാണ്. ക്ലിക്ക് ചെയ്തു, റീജനറേറ്റ് ചെയ്തു. ഓക്കെ, ഇതിപ്പം അപ്പിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ വാല്യൂസ് നമുക്ക് ഇസഡ് വാല്യൂ, സ്റ്റോക്ക് അബ്സല്യൂട്ട് ഇവിടെ ഒന്ന് നോക്കണം. ഈ ഡെപ്ത് നിങ്ങൾ കൊടുത്തോളുക. കൊടുത്തിട്ട് നമുക്കിവിടെ ഫുൾ ഡെപ്തിൽ നമുക്ക് 8 അല്ല 8 എന്നുള്ളത് തന്നെ കൊടുക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ മാറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ അപ്പിൽ കാണിക്കുന്നതായിട്ട് വരും. അങ്ങനെ വന്നാൽ നിങ്ങൾ അവിടെ ഡെപ്ത്, സിംഗിൾ ഡെപ്ത് എന്നുള്ളടത്ത് ഫുൾ ഡെപ്ത് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം ഇതൊന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഫിനിഷിങ്ങും അവിടെ ക്ലോസ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഇൻസൈഡ് വർക്കിലേക്ക് നമ്മൾ പോവാണ്. ജസ്റ്റ് ഇൻസൈഡ് ഞാൻ ഇതെല്ലാം ഒന്ന് മിനിമൈസ് ചെയ്ത് അകത്തിട്ടു. ഇനി ഇവിടെ ടൂൾ പാത്ത് സെലക്ഷൻ വരുവാണ്. ഇവിടെ 2D ഹൈ സ്പീഡ് തന്നെ സെലക്ഷൻ കൊടുക്കുന്നു. ടോപ്പ് വ്യൂയിലേക്ക് ഇടുന്നു. നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു ഏരിയ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഇതിന്റെ വാൾ സെലക്ഷൻ കൊടുത്തു. അതിനുശേഷം ഈ ഓരോ പ്രൊജക്ഷനും നമ്മൾ സെലക്ഷൻ കൊടുക്കുക. ചെയിനും സെലക്ട് ചെയ്തു, ടിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് 12ന്റെ കട്ടറാണ്. അപ്പം ഇവിടെ ഇത് നമ്മൾ ഏരിയ മില്ലാണ് യൂസ് ചെയ്യണം കേട്ടോ. ടൂൾ പാത്ത് ടൈപ്പ് ഏരിയ മില്ല്. നമുക്ക് ഇതുപോലുള്ള ഇൻസൈഡ് മെറ്റീരിയൽസ് ഒക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയ മില്ല് അല്ലെങ്കിൽ ഡൈനാമിക് ഏരിയ മില്ല് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഡൈനാമിക് ചൂസ് ചെയ്യുന്നില്ല, ഏരിയ മില്ലിലേക്ക് പോവാണ്. ടൂൾ പാത്ത് ഇവിടെ നമുക്കൊരു 12ന്റെ കട്ടർ ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു 12 എടുക്കുന്നത്. 12 ഇട്ട് ചെയ്തു. ഇവിടെ ഫീഡ് റേറ്റ് 12ന് ഒരു 1500 ഫീഡ് റേറ്റും ഒരു 2400 RPO, പ്ലഞ്ച് റേറ്റ് 150 കൊടുത്തു. ഓക്കെ, കട്ട് പാരാമീറ്ററിലേക്ക് വരിക. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ഓവർ പെർസെൻറ്റേജ് 45 നോർമലി കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു സ്റ്റോക്ക് കൊടുക്കുക കേട്ടോ. 0.1 സ്റ്റോക്ക് ഫ്ലോറിലും വാളിലും കൊടുക്കുകയാണ്. ഓക്കെ, ഇതും കൊടുത്തു. സിംഗിൾ ഡെപ്ത്, ഒരു പ്രാവശ്യം ഇറങ്ങേണ്ട ഡെപ്ത് നമ്മൾ എന്തായാലും ഡിഫൈൻ ചെയ്യാം. 0.2 വെച്ചിട്ടാണ് ഡെപ്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ട്രോക്കിയുടെ മെഷീൻ അത് നമ്മൾ കൊടുക്കുന്നില്ല. ട്രാൻസിഷൻ നമുക്ക് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെലിക്കല് 12ന്റെ കട്ടർ ആയതുകൊണ്ട് 11.4 റേഡിയസിൽ ഇപ്പോൾ കറങ്ങുന്നതായിട്ട് ഇറങ്ങിയത്. അത് ഇറങ്ങുന്ന ഫീഡ് റേറ്റ്, പ്ലഞ്ച് റേറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫീഡ് റേറ്റ് എന്താണോ അതായിരിക്കും ഇറങ്ങുന്ന ഫീഡ് റേറ്റ് ആയിട്ട് വരിക. അപ്പോൾ അത് ഇവിടെ നോക്കിക്കോണം. ട്രാൻസിഷനിൽ പ്ലഞ്ച് റേറ്റ്, അതുപോലെ തന്നെ ഫീഡ് റേറ്റ് കൊടുക്കാം. ഫീഡ് റേറ്റ് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും, പക്ഷേ കട്ടറിന് ലൈഫ് കിട്ടാൻ സാധ്യത കുറവാണ്. സോ അത് നമ്മളിപ്പം പ്ലഞ്ച് റേറ്റ് തന്നെ ചൂസ് ചെയ്തു. ഇനി ഇവിടെ ബ്രേക്ക് ത്രൂ നമ്മളൊന്നുമില്ല, അതുകൊണ്ട് ലിങ്കിങ് പാരാമീറ്ററിലേക്ക് വരിക. ഇവിടുത്തെ വാല്യൂസിൽ വലിയ ചേഞ്ചസ് ഒന്നും ഞാൻ ഇവിടെ വരുത്തുന്നില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ടോട്ടൽ ഡെപ്ത് -8 ആണെന്ന് നമുക്കറിയാം. ഞാൻ -8 തന്നെ കൊടുക്കുന്നു. ടിക്ക് ചെയ്യുന്നു. ജനറേഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. സോ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സോ നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന ഈ പാർട്ട്, ഇപ്പൊ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇതിനകത്ത് മെറ്റീരിയൽസ് ഫുൾ ആയിട്ട് എടുത്തു പോയിട്ടില്ല. കാരണം നമ്മൾ 12ന്റെ കട്ടറാണ് യൂസ് ചെയ്തത്. നമുക്ക് മാക്സിമം അത്യാവശ്യം വലിയൊരു ടൂൾ തന്നെ ഇട്ടിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യുക, എടുക്കാൻ പറ്റുന്ന ഏരിയകൾ. അതിനുശേഷം മാത്രം ചെറിയ ടൂളുകൾ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ 12ന്റെ ഇട്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന എവിടം വരെ പോയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ സിമുലേഷൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഇത്ര മാത്രമാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള മെറ്റീരിയൽസ് നമുക്ക് കളയണം. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നത്, നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ച് വേറെ ടൂൾ പാത്ത് ഉണ്ട്. ഞാൻ പാരാമീറ്ററിൽ തന്നെ ടൂൾ പാത്തിൽ പോകുന്നു. ഇവിടെ 2D ഹൈ സ്പീഡ് തന്നെ ചൂസ് ചെയ്യുക. ടോപ്പ് വ്യൂവിൽ തന്നെ ഇടുക. നമ്മൾ നേരത്തെ ചെയ്ത സെലക്ഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ സെലക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇതിന് ശേഷം ഇവിടെ നമുക്ക് ടൂൾ പാത്ത് ടൈപ്പിൽ റെസ്റ്റ് മില്ല് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ പോകാത്ത ഏരിയ മാത്രം നമുക്ക് മില്ല് ചെയ്ത് കളയാം. ഓക്കെ, അപ്പം ഞാൻ അതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ആ ഒരു ടൂള് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ആ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ട് പോകാത്ത ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ അതിലും താഴെയുള്ള ഒരു ടൂൾ ചൂസ് ചെയ്യണം. സോ ഞാനിവിടെ റെസ്റ്റ് മില്ല് എന്നൊരു ഓപ്പറേഷനാണ് ഇതിനകത്ത് ചൂസ് ചെയ്യുന്നത്. കാരണം റെസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ടൂളിൽ പോവുക. ടൂളിൽ ഞാനിവിടെ ഒരു 8ന്റെ ടൂളാണ് റെസ്റ്റ് മില്ല് യൂസ് ചെയ്യുന്നത്. 8ന്റെ കട്ടർ എടുക്കുന്നു. ഇതിന്റെ RPM കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിനും ഒരു കോമൺ വാല്യൂ നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുവാണ്. 2400 തന്നെ, ഒരു 150 പ്ലഞ്ച് റേറ്റും കൊടുത്തു. ഇവിടെ കട്ട് പാരാമീറ്ററിലേക്ക് വരിക. ഇവിടെയും സ്റ്റോക്ക് ഞാൻ കൊടുക്കണം. കാരണം നമ്മൾ ഇനി ഒരു ഫിനിഷിംഗ് അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നമുക്കിവിടെ സ്റ്റോക്കിന്റെ ആവശ്യം
ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട്. റെസ്റ്റ് മെറ്റീരിയലിലേക്ക് വരിക. ഇവിടുന്നാണ് നമ്മളുടെ പ്രീവിയസ് ഓപ്പറേഷനിൽ ഏതിന്റെയാണോ നമുക്ക് സ്റ്റോക്ക് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അത് ഇവിടുന്ന് സെലക്ഷൻ കൊടുക്കണം. ഞാനിവിടെ വൺ അതർ ഓപ്പറേഷൻ സെലക്ട് ചെയ്യാണ്. ഇവിടെ 2, 3 ടൈപ്പ് ടൂൾ പാത്തുകൾ ഇപ്പൊ നിലവിലുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ വൺ അതർ ഓപ്പറേഷൻ നമ്മൾ സെലക്ഷൻ കൊടുത്തു. ഇതിൽ നമുക്ക് വേണ്ടത് ലാസ്റ്റത്തെ ഏരിയ മില്ല് ചെയ്തതിന്റെ റെസ്റ്റ് മെറ്റീരിയലാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ ആ ഒരു ഓപ്ഷൻ മാത്രം അല്ലെങ്കിൽ ആ ഒരു ടൂൾ പാത്ത് മാത്രം സെലക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അത് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് അഡ്ജസ്റ്റ്മെന്റ് ടു റിമൈനിങ് സ്റ്റോക്ക് ഉണ്ടാവും. ഇതിൽ 3 ഓപ്ഷൻ കാണിക്കും. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇവിടെ അഡ്ജസ്റ്റ് റിമൈനിങ് ടു സ്റ്റോക്ക് ഇഗ്നോർ സ്മോൾ കപ്സ് എന്നുണ്ടാവും. ഇത് നമ്മൾ യൂസ് റിമൈനിങ് സ്റ്റോക്ക് എന്നുള്ളത് കൊടുക്കുക. അതായത് മാക്സിമം നമ്മളുടെ റിമൈനിങ് സ്റ്റോക്ക് റിമൂവ് ചെയ്ത് പോകും. ഞാനപ്പോൾ അത് കൊടുക്കുകയാണ്. ഇതിനുശേഷം ഡെപ്ത് നോർമലി നമ്മൾ കൊടുത്തിരിക്കുന്ന സെയിം ടൂൾ പാത്തുകൾക്കൊക്കെ കൊടുത്ത പോലെ തന്നെ നമ്മളുടെ സ്റ്റെപ്പ് ഡെപ്ത്, അതായത് ഡെപ്ത് ഓഫ് കട്ട് നമ്മൾ കൊടുക്കണം. ദെൻ ബാക്കി ഇവിടെയെല്ലാം ഓൾറെഡി നമ്മൾ ചെയ്തത് കൊണ്ട് അതിൻ്റെ ഒരു ഇതിവിടെ കിടപ്പുണ്ട്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ലിങ്കിങ് പാരാമീറ്ററിൽ വരിക. ഇവിടെയും നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡെപ്തിന് മാത്രമായിരിക്കും നമുക്ക് ചേഞ്ചസ് ഉള്ളൂ. ഞാൻ ഡെപ്ത് ഒന്നും കൂടെ കൊടുക്കുകയാണ് -8 അത് ഓരോ ഓപ്ഷൻ എടുക്കുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. ബാക്കി ഇതിൽ മുകളിൽ വന്നിരിക്കുന്ന ക്ലിയറൻസും റിട്രാക്റ്റും ഫീഡ് പ്ലെയിനും ഒക്കെ സെയിം തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് തന്നെ നമുക്ക് കിട്ടും. ടിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. പ്രോസസ്സിംഗ് ആയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഈ 8ന്റെ കട്ടർ ചൂസ് ചെയ്യാനുള്ള കാരണം ഇവിടുന്ന് നമുക്ക് ഈ ഗ്യാപ്പ് 8 കൂടുതൽ ഉള്ളത് കൊണ്ട് നമ്മൾ 8ന്റെ കട്ടർ യൂസ് ചെയ്തു. അപ്പോൾ സൈസ് കുറയുവാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്യാനുള്ള ഏരിയയിലെ സൈസ് കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൂളുകൾ പിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിതൊന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 2 ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യാണ്. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് 2 മാത്രമായിട്ട് ഫയൽ സെലക്ഷൻ കിട്ടും. ഞാനിവിടെ കൊടുത്തു. അതിനുശേഷം ഇവിടെ സിമുലേഷൻ. സോ അപ്പൊ നമുക്ക് ഏകദേശം അതിന്റെ ഒരു ഷേപ്പ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഈ എമ്മിന്റെ ഷേപ്പ് എത്രത്തോളം അങ്ങോട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രം വേറൊരു ടൂള് ചൂസ് ചെയ്യാണ്. നമുക്കിപ്പോൾ 8ന്റെ കട്ടറാണല്ലോ ഇട്ട്, നമുക്ക് 4 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അതിനെ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് എമ്മിന് മാത്രമാണ് ഈ പറഞ്ഞൊരു എന്താ പറയുക കോർണർ കെയർ കിട്ടാതെ ഉള്ളത്. ഞാൻ അതുകൊണ്ട് അവിടെ കോണ്ടൂർ ഓപ്പറേഷൻ ഒന്നും പുതിയതായിട്ട് ചൂസ് ചെയ്യാൻ പോവാണ്. ടൂൾ പാത്തിൽ നമ്മൾ കോണ്ടൂർ സെലക്ഷനിലേക്ക് പോവാണ്. കോണ്ടൂർ ഇതിനകത്തിൽ ഞാൻ ആ ലെറ്റർ മാത്രം ഒന്ന് ജസ്റ്റ് ക്ലോക്ക് വൈസ് സെലക്ഷൻ കൊടുത്തു. ഓക്കെ. ദെൻ നമ്മൾ 4ന്റെ കട്ടർ ഇവിടെ ടൂൾ പാത്തിൽ ഒരു 4ന്റെ കട്ടർ നമ്മൾ ചൂസ് ചെയ്യാൻ പോകണം. 4. ഓക്കെ. 4 സെലക്ഷൻ എടുത്തു. അതിന്റെ RPM കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കുക. ഓക്കെ. അത് കൊടുത്തു. ഇവിടെയും റാമ്പ് ഡെപ്ത് എന്ന് പറയുന്നത് 0.25 വെച്ചിട്ട് പോകാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇവിടെ സ്റ്റോക്ക് ഞാനിപ്പം അതിനൊരു സ്റ്റോക്ക് 0.1 കൊടുക്കുവാണ്. വാളും ഫ്ലോറും സ്റ്റോക്ക് കൊടുക്കുവാണ്. ഓക്കെ. കട്ട് പാരാമീറ്ററിലേക്ക് വരുന്നു. അവിടെ വേറെ ഒന്നും ചേഞ്ചസ് ഇല്ല. ലീഡ് ഇൻ ഔട്ട് ഉണ്ട്. ഇത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എൻട്രി എക്സിറ്റും ഞാനിപ്പോൾ ഇതൊരു ഈ ആർക്ക് റേഡിയസ് എന്നുള്ളത് 0 ആക്കി കൊടുക്കുവാണ്. ഓക്കെ. ബാക്കി ഇത് രണ്ടും ഈ 4 എന്നുള്ളത് എനിക്കൊരു 2 ജസ്റ്റ് ഇറങ്ങിയാൽ മതി. 2 സൈഡിലേക്കും ഒരേപോലെ ചേഞ്ച് വരാൻ വേണ്ടി നമ്മളിവിടെ ഈ ആരോ മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ആയി കിട്ടും. ഇനി ഇവിടെ മൾട്ടിപാസും ടാബും ഒന്നും വേണ്ട. ലിങ്കിങ് പാരാമീറ്ററിലേക്ക് വരിക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം തന്നെ ചെയ്യുക. ഇവിടെ ഒരു -8 ആണ് നമ്മുടെ ടോട്ടൽ ഡെപ്ത്. ഇതും കൊടുത്ത് ടിക്ക് ചെയ്യുക. സോ ഇതിനൊരു കോണ്ടൂർ ആയിട്ട് ഇപ്പോൾ ഒരു ടൂൾ പാത്ത് ഓടിയിട്ടുണ്ടാവും. നമുക്കിവിടെ ഒരു സംഭവം ഉണ്ട്. ഓൺലി ഡിസ്പ്ലേ സെലക്ടഡ് ടൂൾ പാത്ത് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സെലക്ട് ചെയ്തതിന്റെ മാത്രം ടൂൾ പാത്തുകൾ മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് റെഡിയാക്കി കിട്ടും. ഇതിൽ ലീഡ് ഇൻ ഔട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഞാൻ ആ പാരാമീറ്റർ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ലീഡ് ഞാനിവിടെ പെർപെൻഡിക്കുലർ ആക്കാണ്. പെർപെൻഡിക്കുലർ കൊടുത്ത് ഓക്കെ കൊടുക്കുവാണ്. റീജനറേറ്റ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ വേണ്ട കട്ടറിനെ പുറത്തോട്ട് കഴിഞ്ഞതിന് ശേഷം ഇറക്കിക്കൊണ്ട് വരാനും അതുപോലെ തന്നെ ഇത് തുടങ്ങുമ്പോൾ ഉള്ള ആദ്യത്തത് വരുന്ന എൻട്രിയും അതുപോലെ ഇത് എക്സിറ്റും ആയിട്ട് നമുക്ക് കട്ടറിനെ മാറ്റാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഏകദേശം ഇതിന്റെ ഒരു ഷേപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു ഫിനിഷിങ്, ഇതിന്റെ പ്രോപ്പർ ടോട്ടൽ ഫിനിഷ് നമുക്ക് ഇവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 8ന്റെ കട്ടർ ഇട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലെറ്ററിന് ഒരു ഫിനിഷിങ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ സെയിം ടൂൾ പാത്ത് ഈ ഒരു ലെറ്ററിന് മാത്രം നമുക്ക് ഫിനിഷിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് തന്നെ സെയിം കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് കൂടാതെ നിങ്ങൾ ഈ സെയിം പാരാമീറ്റർ ഓപ്പൺ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് സിംഗിൾ ഡെപ്ത് എന്നുള്ള കേസ്, അതായത് റാമ്പ് നമുക്ക് മാറ്റിയിട്ട് 2D ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ സിംഗിൾ ഡെപ്ത് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ സെലക്ഷൻ കൊടുക്കണ്ട, നേരെ
ഇത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ഡെപ്ത് ഇല്ലാതെ നേരെ കട്ടർ -8 ഇറങ്ങിയിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യും. സോ ഞാൻ ഇത് വെച്ചിട്ട് കണ്ട ഇപ്പൊ നേരെ കട്ടർ താഴെ ഇറങ്ങി ഒരു റൗണ്ട് ഓടി അങ്ങ് തീർക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ഓടുമ്പോൾ ഇത് നമ്മൾ 4ന്റെ കട്ടർ ഇട്ട് ചെയ്തത് കൊണ്ട് ഇനി 8ന്റെ കട്ടറിന് ഇവിടെ കയറി വരാവുന്നതിന്റെ മാക്സിമത്തിൽ കയറി വന്ന മെറ്റീരിയൽ നമുക്ക് മൊത്തം ഓവറോൾ ഫിനിഷ് ചെയ്യുക ഈ പോക്കറ്റ്. സോ ഞാൻ ഇനി ഇവിടെ നേരെ ചെയ്യാൻ പോകുന്നത് ഇവിടെ ടൂൾ പാത്തിൽ നമുക്ക് ആ സർഫസ് സൈസ് ഇവിടെ തന്നെ എടുക്കുന്നു. സെലക്ഷൻ എല്ലാം സെയിം സെലക്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ സെലക്ഷൻ കൊടുക്കുകയാണ്. സെലക്ഷൻ കൊടുത്തു. ദെൻ ഏരിയ മില്ല് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇത് തന്നെ ഇട്ട് ഫിനിഷും ചെയ്യണം. അപ്പം നമ്മൾ 8ന്റെ കട്ടർ തന്നെ ഉപയോഗിച്ചിട്ട് ഫിനിഷ് കൊടുക്കാം. 8ന്റെ കട്ടർ ഇതിനകത്ത് സ്റ്റോക്ക് ഒന്നും ഇനി ആവശ്യമില്ല. 2 സ്റ്റോക്ക് നമ്മൾ 0 ചെയ്ത് കൊടുക്കുക. ഓക്കെ, കട്ട് പാരാമീറ്റർ സിംഗിൾ ഡെപ്തിന്റെ ആവശ്യം ഇനിയില്ല. കാരണം എന്താണ്, നമുക്ക് അവിടെ ഓൾറെഡി മെറ്റീരിയൽ പോയതാണ്. ഫുൾ ഡെപ്തിൽ ഇറങ്ങിയിട്ട് ഒരൊറ്റ ഫിനിഷാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇത് നമ്മൾ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് ടോട്ടൽ ഡെപ്ത് -8 mm പോകേണ്ടത്. അത് കൊടുക്കുക, ടിക്ക് ചെയ്യുക. എല്ലാ സ്ഥലത്തൂടെയും പാസ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഓടിച്ചു നോക്കാം. ഞാൻ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് സെലക്ഷൻ കൊടുത്ത് ഫുൾ സെലക്ഷൻ നമുക്ക് ഇവിടെയുണ്ട്. ഞാൻ ഇതിനകത്ത് ഓൾറെഡി ഒരു ടൂൾ പാത്ത് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഈ സെലക്ഷൻ കൊടുക്കുന്നില്ല. ജസ്റ്റ് മെഷീൻ സെലക്ഷൻ മാത്രം കൊടുത്തു. ഓക്കെ, ഇപ്പോഴും ഇവിടെ നമുക്ക് ഇങ്ങോട്ട് കയറി കിട്ടിയിട്ടില്ല. വേണ്ട, ഇവിടെ മെറ്റീരിയൽ പോകാത്ത പോലെ കാണുന്നുണ്ട്. നമുക്ക് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ രണ്ടാമത് കോണ്ടൂറിൽ പാരാമീറ്റർ നമ്മൾ ചെയ്തപ്പം ലെറ്റർ ഫിനിഷ് കൊടുത്തതിൽ കട്ട് പാരാമീറ്റർ സ്റ്റോക്ക് പിന്നെയും കിടപ്പുണ്ട്. നമ്മൾ 0 ആക്കാൻ വിട്ടുപോയി. സോ അതിന്റെ ഒരു ഡിഫക്റ്റ് ആണ് അവിടെ കണ്ടത്. ഇത് ഞാൻ റീജനറേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇത് ഒന്നുകൂടെ നമുക്ക് സെലക്ഷൻ കൊടുത്തിട്ട് ഒന്നുകൂടെ കൊടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം, അതിന്റെ അകത്തെ ആ ഒരു ഭാഗം എല്ലാം നമുക്ക് ക്ലിയർ ആയി കിട്ടും. ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളത് ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് കാണുന്നുണ്ട്. നമുക്ക് ആ യൂട്യൂബിന്റെ സിമ്പിളിന്റെ സൈഡ് ഞാൻ അവിടെ ഒരു ജസ്റ്റ് ഒരു ടൂൾ പാത്ത്, നമ്മളൊരു പോക്കറ്റ് ടൂൾ പാത്ത് കൊടുക്കുകയാണ്. പോക്കറ്റിന് സെലക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിന്റെ ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു അപ്രോക്സിമേറ്റ് ടൂളാണ് യൂസ് ചെയ്യാൻ പോണത്. ടൂൾ ഒരു ലൈബ്രറിയിൽ ഒരു 2ന്റെ ടൂൾ എടുക്കാൻ പോകണം കേട്ടോ. രണ്ടാമത്തെയും കുഴപ്പമില്ല, ആ ഏരിയയിൽ കടന്നു കിട്ടും. ഇവിടെ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. പോക്കറ്റാണ്. 75% വേണ്ട, ഞാനൊരു 35% വെച്ചിട്ട് കൊടുക്കുവാണ്. എൻട്രി മോഷൻ റാമ്പായിട്ട് ഇറങ്ങിക്കോട്ടെ. ഫിനിഷിംഗ് പാസ് പറഞ്ഞ പോലെയൊക്കെ തന്നെ. ഇതിനകത്ത് ചേഞ്ചസ് ഒന്നും നമുക്ക് വരുത്താനില്ല. സിംഗിൾ ഡെപ്ത് നമുക്ക് മസ്റ്റായിട്ട് കൊടുക്കണം. ഇത് ഞാനൊരു 2ന്റെ കട്ടറായി കാരണം ഒരു 0.04 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ലിങ്കിങ് പാരാമീറ്റർ നമുക്കറിയാം. ടോട്ടൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഇവിടെ ഡെപ്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതിന്റെ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇവിടെ 4 mm കൊടുത്തിരിക്കുന്നത്. ഓക്കെ കൊടുത്തു. ഇവിടെ നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഇത് ഇങ്ങനെ അടിച്ചിട്ട് ഇതിനകത്ത് മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് പോകണില്ല. നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഏരിയ മില്ല് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, നേരെ പാരാമീറ്റർ ടൂൾ പാത്തിൽ പോവുക. ഇവിടെ 2D ഹൈ സ്പീഡ്, നമുക്കിവിടെ സെലക്ഷൻ ഇത് മാത്രം കൊടുക്കുന്നു, ടിക്ക് ചെയ്യുന്നു. ഏരിയ മില്ല് തന്നെ നമ്മൾ സെലക്ഷൻ കൊടുക്കുകയാണ്. ടൂള് ഇവിടെ 2ന്റെ ടൂൾ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെ കൊടുക്കുന്നു. പാരാമീറ്ററിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. സിംഗിൾ ഡെപ്ത് നമ്മളിവിടെ എന്തായാലും കാണിച്ചു കൊടുക്കണം. 0.04 ഇത് കൊടുക്കുകയാണ്. ദെൻ ഇവിടെ വേറെ ചേഞ്ചസ് ഇല്ല. ടോട്ടൽ ഡെപ്ത് എത്രയാണെന്ന് നമുക്കറിയാം. ഓൾറെഡി 4 mm ഞാൻ പറഞ്ഞിരുന്നു. നമ്മളത് കൊടുത്തു, ടിക്ക് ചെയ്തു. സോ ഇതിനകത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കണ്ടോ ടൂൾ പാത്ത്. സോ ഈ ഒരു വർക്ക് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇത് ഞാനൊരു 500 ഫീഡ് റേറ്റിലാണ് കൊടുക്കുന്നത്. നമുക്കൊന്ന് ഓടുന്ന കാണണം ഇതുകൊണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതായിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
പിന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. നമുക്കിവിടെ നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. മെഷീൻസിലുള്ള ലൈവ് പ്രാക്ടിക്കൽ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ക്യാമ്പ് പ്രോഗ്രാമിങ്ങും ഡിസൈനിങ് ലെവലുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ എന്തായാലും വിളിക്കാൻ മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.